ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാസർഗോഡിൽ പോകുന്ന ഒരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാൻ കാസർഗോഡ് പോകാനുണ്ടായിരുന്നു. അവിടുത്തെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസും വാങ്ങിക്കാനുണ്ടായിരുന്നു, സ്കിൻ ടോണിലൊക്കെ പോയിട്ട്. സോ സ്റ്റേ ട്യൂൺ ഗായ്സ്. രാവിലെ തന്നെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ഒരു റഷും കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ എൻ്റെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. അങ്ങനെ ആദ്യം നമ്മൾ മാർജിൻ ഫ്രീയിലാണ് പോയത്. അവിടുന്ന് കുറച്ച് ഗ്രോസറി ഐറ്റംസും പിന്നെ ബിസ്ക്കറ്റ്സും പാമ്പേഴ്സും അങ്ങനത്തെ ഒക്കെ നോക്കിക്കൊണ്ട് കുറേ ഓഫേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം നോക്കി കുറച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു. ആ സമയത്ത് മോനെ ഞാൻ ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാം കൂടി വാച്ച് ചെയ്യാമല്ലോ മാർജിൻ ഫ്രീയിലത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗൈസ് സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുത്തു. സാധനങ്ങളെല്ലാം ഓരോന്ന് നോക്കിക്കൊണ്ട് ഓരോന്നായിട്ട് ഓരോരോ കാറ്റഗറിയിലായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് എനിക്ക് പാമ്പേഴ്സിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ പാമ്പേഴ്സ് വാങ്ങിച്ചു. അതും കഴിഞ്ഞ് നേരെ നമ്മൾ സാധനമെല്ലാം എടുത്ത് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. കുറച്ച് സാധനമൊക്കെ എടുത്തു. 2-3 കാര്യങ്ങളെ വാങ്ങാനുണ്ടായിരുന്നു. മാർജിൻ ഫ്രീയിൽ എത്തിയിട്ടാകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്തു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്കിൻ ടോണിൽ പോയി. എന്നിട്ട് എനിക്ക് കോസ്മെറ്റിക്സും കാര്യങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ നല്ല ഹോൾസെയിൽ പ്രൈസാണ് കിട്ടാറ്. സോ ഞാൻ ഇവിടെ തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഏത് കോസ്മെറ്റിക്സും ആണെങ്കിലും ഇവിടെ കിട്ടും. അങ്ങനെ നമ്മൾ സ്കിൻ ടോണിന് കോസ്മെറ്റിക്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കാസർഗോഡ് നിന്ന്. രാവിലെ തന്നെ പോയത് കൊണ്ട് അത്ര റഷും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയ കാര്യം സാധിച്ചു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വരുന്ന വഴിക്കൊരു കരിമ്പിൻ്റെ ജ്യൂസിൻ്റെ കട കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അയാൾ അതെടുക്കുന്നുണ്ട്. പിന്നെ മോനിക്കും നല്ലോണം ദാഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും കുടിച്ച് നേരെ വീട്ടിലേക്ക് വിടുന്ന സമയത്ത് അവിടെ ഒരു ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കടയിൽ നമ്മളെത്തി. നമ്മൾ സ്ഥിരം ഇവിടെ നിന്ന് തന്നെയാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കാറുള്ളത്. അങ്ങനെ അവിടുന്ന് ഓരോരോ ഫ്രൂട്ട്സും നോക്കി അവിടുന്ന് എടുത്തു. എന്നിട്ട് ഫ്രൂട്ട്സും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. സോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്.